just wanna stay here by your side. I'm falling, still falling for you. Our time has come. Every song has been sung. When the fire's burning low, I still want you to know that I don't wanna leave your arms tonight. I'm falling, still falling for you. I just wanna stay by your side. I'm from the rain and snow, trying to forget but I won't let go. Looking at a crowded street, listening to my own heartbeat. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാര്യവാനായ യേശുവേ, അവിടുത്തെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുന്ന് ഈ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിൽ ചെയ്ത ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുമക്കളുടെ രണ്ടാമത്തെ ജെയ്സിൻ്റെ കല്യാണം ഉടൻ തന്നെ വിവാഹം നടക്കുവാൻ അവിടെ തീരുമാനിച്ചായി. ആദ്യത്തെ വിവാഹം നടന്ന ജിനോയുടെ വിവാഹം നടന്നിട്ട് 7 മാസം കഴിഞ്ഞ് ജൂലൈ മാസത്തിലാണ് വിവാഹം നടന്നത്. അതിനുശേഷം ഇത്ര പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കൂടി ഈ കുടുംബത്തിൽ നടക്കുവാൻ അവിടെ തീരുമാനിച്ചായി. കർത്താവ്, ഇതൊന്നും ഞങ്ങളുടെ യോഗ്യതയോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടും അല്ല. ഞങ്ങളുടെ പ്രത്യേകത മുഴുവനായും പൂർണ്ണമായും അങ്ങനെ ആശ്രയിച്ച് അങ്ങയെ മാത്രം സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും നന്ദി പറഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കുടുംബം തന്നെ ഓരോ ദിവസവും ഓരോ സന്ദർഭങ്ങളിലും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിച്ച് അത്ഭുതകരമായ വളർച്ച നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാപുത്രന്റെ പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ മകൻ മക്കളെല്ലാവരെയും ഞാൻ എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാവർക്കും പറയാം ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈ കുടുംബത്തിൽ നടന്ന എല്ലാ ഓരോരുത്തരും അനുഗ്രഹങ്ങൾക്കും
മക്കൾക്കും മക്കളുടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ ഏറ്റവും അങ്ങേ സ്തുതിച്ച് ബോധപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാവുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. Storms and fears I come, seeking a refuge by your side. All the brokenness and pain I bring, I wanna lay them at your feet. And I'll seek your face in all my ways, for I know I can do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship the Lord our God is my desire, my one desire. Oh, to dwell within your holy place every moment, every day, and to walk beneath your wings of praise, shielded and safe in every way. And I'll seek your face in all my ways, for I know I can't do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship the Lord our God is my desire, my one
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധത്തിനായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ ഫലങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂതാശ യോഗ്യതയോടെ പരിതർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷാകരണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുക്കും. കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തോഴികളായ ധന്യന്മാർ അവിടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിടഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാവും. നിന്റെ മക്കൾ മേശിരിക്കും സൈന്യമുടകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യവും നിറഞ്ഞ അടിയൊടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളുടെ അമ്മയെ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടത്തുകയില്ല എന്ന് രക്ഷിത നമുക്ക് മാർഗ്ഗദീപമായിരിക്കും. Thank you.
സകലത്തിന്റെയും നാഥായ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിന് തീർപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പിതാവിന് സകലങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് തീർപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ ആസ്വദിക്കണമേ. ക്രിസ്തുവിനോട് ബഹുമാനത്തിൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും, എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർക്ക് എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ പെരുമയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റൊരു കുറവുകളോ ഇല്ലാത്ത അർത്ഥപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൾ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല.
അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. യഹൂദയുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഒപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത് കേൾക്കുക. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ പരിപാവനമായ ഈ ബലിപീഠത്തിന് മുമ്പിൽ നാം ഇന്ന് സമ്മേളിച്ചിരിക്കുന്നതിന് ഒത്തിരി അർത്ഥമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജിസിൻ്റെയും ജിബിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കൂടുതൽ സാക്ഷികളാവുക, അവരുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹ സമൃദ്ധമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ, ആശംസകൾ നേരാൻ, അതിനാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുക. ഈ വിവാഹ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ മലയാള ഭാഷയിൽ 2 പദങ്ങൾ കുടുംബജീവിതത്തെ പറ്റി പറയുന്നു. ഒന്ന് വിവാഹം, മറ്റൊന്ന് ദാമ്പത്യം. വിവാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശബ്ദതാരാവലിയിൽ കൊടുത്തിരിക്കുന്നത് എടുക്കാൻ വിഷമമുള്ളത്, വഹിക്കാൻ വിഷമമുള്ളത്, ചുമക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ഈ അർത്ഥമാണ്. ദാമ്പത്യം എന്നതിനർത്ഥം കൊടുത്തിരിക്കുന്നത് ഒന്നിച്ചെടുക്കുന്നത്, ഒന്നിച്ച് വഹിക്കുന്നത്, ഒന്നിച്ച് സഹിക്കുന്നത്, ഇങ്ങനെ ആ രീതിയിൽ ഒരുമയുടെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 2ാമത്തെ അർത്ഥമാണ് ഏറെ നമ്മുടെയൊക്കെ വിവാഹ ജീവിതത്തിന് യോജിച്ചത്. ഇന്ന് വരെ ഞാനും നീയുമായിരുന്ന ഈ 2 രണ്ടുപേരും ഇന്നു മുതൽ നമ്മളത് ഒന്നായി തീരുക. സഭ ആഗ്രഹിക്കുന്നതും തിരുവചനം ആശംസിക്കുന്നതും ആ ഒരുമയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമേ. തന്നെയുമല്ല, ഈ ഒരുമിക്കുന്നതിനാണ് അത് ജീവനാൽ സമൃദ്ധമായി ഉണ്ടാകാം, ജീവന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ട്. വിശുദ്ധ ബൈബിളിലെ 3 ഒത്തിരി പ്രസക്തികൾ. ഉൽപ്പത്തി പുസ്തകത്തിലെ 2ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 3-ാം നാൾ 3-ാം ദിവസം പറയുന്നു. 3-ാം ദിവസം ദൈവം സസ്യലതാദികളെയും ഹരിതാപമായ സസ്യങ്ങളെയും ഉള്ളിൽ വിത്തുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഫലങ്ങളുള്ള വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചതാണ്. വീണ്ടും നാം മുന്നോട്ട് വരുമ്പോൾ അവിടെ ആ ജീവൻ്റെതായ ആ ഒരു പ്രത്യേകതയാണ് ആ ആദ്യ ദിവസം കാണുന്നതെങ്കിൽ, യൗനാന്റെ പുസ്തകത്തിൽ നാം വരുമ്പോൾ മത്സ്യം വിഴുങ്ങിയ യൗനാനെ 3-ാം ദിവസം കരയിലേക്ക് ശ്രദ്ധിച്ചില്ല. ജീവൻ വീണ്ടും ജീവൻ തകർക്കുന്ന പുതുജീവനിലേക്ക് വരുന്ന അവസ്ഥ. ഇന്നാകട്ടെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തില് കനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് 3-ാം ദിവസം ഈശോ ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ അപമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അപഹസിക്കാമായിരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. വീണ്ടും നാം കാണുന്നു, മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ ഈശോ തൻ്റെ ഉത്ഥാനം 3-ാം ദിവസം ജീവനിൽ മരിച്ച് പാടുപീഡകൾ അനുഭവിച്ച് മരിച്ച് 3-ാം ദിവസം അവൻ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പം ഈ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ബൈബിൾ ഭാഗങ്ങളിലൊക്കെ 3-ാം നാളിനൊരു പ്രത്യേകതയുണ്ട്.
അത് സൂചിപ്പിക്കുന്നത് ജീവൻ്റെതാണ്, പുഷ്ടിമയുടേതാണ്. അപ്പൊ ആ ജീവനിലേക്കുള്ള പ്രവേശത്തിൻ്റെ. അപ്പോഴങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മുടെ ലോകദൃഷ്ടിയിൽ കാണുമ്പോൾ വിവാഹം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനമാണെങ്കിൽ ക്രിസ്തീയമായ കത്തോലിക്ക സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് കൂതാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ പ്രസാദപരം അഥവാ ദൈവീക ജീവൻ അത് നൽകുന്നതിന് ഈശോ മിശിഹാ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ കാണാവുന്ന അടയാളങ്ങളാണ്. അടയാളങ്ങളിലൂടെ കാണാൻ സാധിക്കാത്ത ദൈവീക ജീവൻ, വരപ്രസാദം ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിയുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെയെങ്കിലും ആ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നാം എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നത്തെ വചനഭാഗത്തുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നു ഈ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ കല്യാണ വീട്ട് അവിടെ അമ്മ ഉണ്ടായിരുന്നെന്നാണ് തിരുവചനം പറയുന്നത്. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. വളരെ അർത്ഥവത്തുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. കാരണം അമ്മ എപ്പോഴും നമ്മോടൊപ്പം. കാരണം കുരിശിൽ വെച്ച് യോഹന്നാനെ വിളിച്ച് അമ്മയെ നമുക്ക് അമ്മയായിട്ട് ഏൽപ്പിച്ചതാണ്. ആ അമ്മ എപ്പോഴും എന്നും നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും അമ്മ നമ്മോടൊപ്പം. എന്നാൽ ഈശോയാകട്ടെ ക്ഷണിക്കപ്പെടേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ ഈശോയെ നമ്മുടെ എല്ലാ രംഗങ്ങളിലും എല്ലാ കർമ്മവേദികളിലും നമ്മൾ ക്ഷണിക്കേണ്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഈശോ. അപ്പൊ അത് സൂചിപ്പിക്കുക, ഈ ദാമ്പത്യ ജീവിതം സുഗമമായി സന്തോഷകരമായി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെയും മകന്റെയും സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പരസ്പര വിശ്വസ്തയോടും ജാഗ്രതയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ തന്റെ സാന്നിധ്യത്താൽ പുതുവരന്മാരെ അനുഗ്രഹിച്ചു നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരമായി ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയിക്കുകയും അങ്ങയുടെ ദാസരുടെ വാഗ്ദാനത്തിലേക്ക് തീരേട് നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവർ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കുക. ആദിയിൽ പുരുഷൻ ജീവിത സഖിയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Amen.
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിദേശവായെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമേ പരസ്പരം നൽകുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവങ്ങളോടുകൂടിയുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതത്തിലിരിക്കുക. നമ്മുടെ കർത്താവായ ഈശ്വരന്റെ വിവാഹത്തെ രക്ഷിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താൻ ദയാപൂർവ്വം ആശീർവദിക്കുന്നു. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിട്ട് തിരിച്ചറിവുകളുടെ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രഭാവലത്തിൻ്റെ അനശ്വരവസ്ത്രത്താൽ നിഷ്ഠാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവനായ കർത്താവ് ഈ മക്കളോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും എന്നെ ധരിക്കുവാനും ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നു. എന്നെ മണവാട്ടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. സന്തോഷത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. നിങ്ങൾ പഠിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ യേശുക എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് താല്പര്യം കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മോലിസിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ വൈഭവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചു കാരണമാകട്ടെ.
കേരളിക്കുക ഞങ്ങളുടെ പറഞ്ഞുകൊണ്ട് പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ കേടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ പരാഗമായി തുളുമ്പണം കിനാവുകൾ പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ കണ്ണാടി നോക്കുമോ മുഖം വാടാതെ കവിൾ മണം ചോരാതെ പോകുമോ തെന്നലേ ദിനം ദിനം ഓരോരോ സ്വരങ്ങളായി താലോലം പാടുമോ തിങ്കളേ പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം ഹൃദയാഭിലാഷങ്ങൾ തളിരിട്ടു പൂക്കുന്ന പൂവാടിയല്ലോ കുടുംബം ജന്മസാഫല്യത്തിൻ അനുഭവമേകുന്ന സ്വർഗീയ ഗേഹം കുടുംബം ജന്മസാഫല്യത്തിൻ അനുഭവമേകുന്ന സ്വർഗീയ ഗേഹം കുടുംബം ഹൃദയാഭിലാഷങ്ങൾ. Ladies and gentlemen, let's put our hands together and welcome most beautiful bride, Jibil Jace and ever handsome groom Jace Paul on the stage. Madhu, ഇപ്പോൾ Mrs. Jibil Jace, she is a nurse working at Holy Family Hospital, Mudalakkulam. Whereas Mr. Jace Paul, he is a businessman. നമുക്ക് എല്ലാവർക്കും ഇവരുടെ പേരൻസിനെ വേദിയിൽ വിളിക്കണ്ടേ? I would like to invite dear parents, Mr. Paul and Mrs. Lizzie Paul, and also invite bride's mother, Mrs. Elsie. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും പേരിട്ടു. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം, വെളിച്ചമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ സ്നേഹമെന്ന ദീപം പ്രകാശപൂരിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ആദ്യമായി ദൈവം തെളിയിക്കുവാൻ നമ്മുടെ നവവധുവരന്മാരെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. And I also invite our elder brother Gina and Mrs. Sophie, Mrs. Gina and his Mr. Joby and their cute son Johan. Please welcome. Stop to keep myself from thinking, oh no. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And you're my love, I'm holding on forever, reaching for. കയ്പും മധുരവും നിറഞ്ഞ ജീവിതത്തിൽ അതിമധുരം മാത്രം ആസ്വദിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മധുരനിട്ട ചടങ്ങിലേക്ക് കടക്കാം. I would like to invite Mr. Shan and Mrs. Smita on the stage. Please welcome. From the heart, you're all I'm thinking of. Reaching for the love that seems so far. So I say a prayer. Know my dreams will take me there, where the skies are blue. See you once again, my love. Overseas and those close to find a place I love the most, where the fields are green. See you once again, my love. Say a little prayer. My sweet dreams will take me there, where the skies are blue. See you once again. Overseas and coast to coast to find a place I love the most, where the fields are green. See you once again, my love. I get wings to fly. Oh, I'm alive. When you call on me, when I hear you breathe, I get wings to fly. I feel that I'm alive.
ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു അല്ലേ? അപ്പം ഇനി എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് സെക്ഷൻ നോക്കിനെ വെക്കാം. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ കല്യാണം നല്ല പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഒരു കല്യാണം ഉറപ്പിച്ച് 2 മാസം സമയം ഇവർക്കൊന്ന് പ്രേംസ് നടക്കാണ്ട് പറ്റുള്ളൂ. അങ്ങനെ പ്രേംസ് നടക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ ഇതിനെ അങ്ങനെ പ്രൊപ്പോസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ഇതിനെ? അപ്പൊ നമുക്കൊന്ന് ലൈവ് ആയിട്ടൊരു പ്രൊപ്പോസൽ കാണാം അല്ലേ? ജയിച്ചേ ഉള്ളിലുള്ള പ്രണയം മുഴുവനും പുറമെ പ്രകടിപ്പിച്ച് ബൊക്ക ഇവിടെ കൊടുക്കില്ല. അപ്പൊ ഇന്ന് തൊട്ട് നമ്മളെ ഒന്നിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ 2 വർഷം എന്തായാലും നല്ല രസമായിരുന്നു. ഇന്ന് തൊട്ട് കല്യാണം കഴിഞ്ഞു. ഒരുപാട് ട്രെൻഡിങ് നിൽക്കുന്ന, അതായത് എല്ലാ മിക്ക കല്യാണങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കപ്പിൾ ഗെയിം ആണ് ഷൂ ഗെയിം. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും. എങ്കിലും ഞാൻ ഒന്ന് പറയാം. 2 മാസം സമയം ഉണ്ടായിരുന്നു ഇവർക്ക് പരസ്പരം അറിയാനായിട്ട്. ഈ 2 മാസം സമയം കൊണ്ട് ഇവർ എത്രമാത്രം പരസ്പരം അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ജയിച്ചേട്ടായാണ് അതിന്റെ ആൻസർ വരുന്നതെങ്കിൽ ഷൂ പൊക്കി പഠിക്കുക. അല്ല ജിപി ചേച്ചി ആണെങ്കിൽ ജിപി ചേച്ചിയുടെ ചെരുപ്പ് പൊക്കി കാണിക്കുക. അല്ലല്ല, ഓരോരുത്തരും ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ടുപേരും കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരാണോ അയാളുടെ ചെരുപ്പ് പൊക്കി പിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളത്? ആലോചിച്ച് നോക്കുക. അവിടെ നോക്കി. ഇടയ്ക്ക് സ്വർഗത്തിന് കട്ടുമാകാൻ വേണ്ടി ഞാൻ ചെല്ലാറുള്ളതുകൊണ്ട് ഏകദേശം ഐഡിയ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നുണ പറയണത് ആരാ? നുണ പറയണത് ഈ 2 മാസം കാലം കൊണ്ട് ഏറ്റവും നുണ പറഞ്ഞിട്ടുള്ളത് ആരാ? ഇവിടെ ചേർച്ചയില്ല കേട്ടോ. സമ്മതിച്ച് 2 മാസം കാലയളവ് കൊണ്ട് ഒത്തിരി നാളെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അറിയാം എന്താവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതായിട്ട് ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. ദ ബെസ്റ്റ് സിംഗർ, ദ അവാർഡ് ഫോർ ബെസ്റ്റ് ബാത്റൂം സിംഗർ. അങ്ങനെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്ക് കിട്ടും? രണ്ടുപേരും നല്ല ബാത്റൂം സിംഗേഴ്സ് ആട്ടോ. അവരൊക്കെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ 2 കാര്യത്തിൽ ചേർച്ചയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് മോർണിംഗില് ആരായിരിക്കും ബെഡ് കോഫി കൊണ്ടുവരിക? അങ്ങനെ ശീലമില്ലെങ്കിലും ആരായിരിക്കും? എന്റെ ദൈവമേ, അതിന്റെ ചേർച്ചയുണ്ട്. വളരെ സന്തോഷം. ജിബിനേച്ചി ചായക്കിന് അറിയോ? അവന് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? അതറിയാം, നമ്മുടെ ജയിച്ചേട്ട ഒരു ആസ്ഥാന കുക്കർ അല്ലേ, ഷെഫാണ്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയാല് ഇപ്പൊ ഭാവിയിൽ ഒരുപാട് നാളുകളുണ്ടല്ലോ നമുക്ക്, അപ്പൊ പിണങ്ങാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവും. അങ്ങനെ പിണങ്ങിയാൽ ആരായിരിക്കും ആദ്യം പിണക്കം മാറ്റാൻ വേണ്ടി സോപ്പിട്ടൊന്നും മിണ്ടണത്? അയ്യോ, 2 പേർക്ക് ഭയങ്കര സ്നേഹമാട്ടോ. അത് കാരണം 2 പേര് മിണ്ടുന്ന അവതേക്കണേ. ഓക്കെ 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 അപ്പൊ നമ്മുടെ ഗെയിം ഏതാണ്ട് അവസാനിച്ചു. ഈ ഗെയിമിന് പണിഷ്മെന്റ് ഇല്ലായിരുന്നു. എന്തായിരുന്നു ഉദ്ദേശിച്ച വെള്ളം കുടിപ്പിക്കാനായിരുന്നു. ഇപ്പൊ ഇവര് നന്നായിട്ട് വിശന്നിരിക്കുക. അപ്പൊ പിന്നെ സദ്യ കഴിക്കാൻ അവസരം കൊടുക്കാൻ വെള്ളം കൊടുത്താൽ വളരെ മോശമല്ലേ? It's living every moment like it could be our last. For a heart to restless till they rest in love's caress. And the moments we remember, they interleave our hearts like a tapestry surrounding us that we forget to touch. It's why we wake up every morning. It's why we seek each other's smile. It's why we know that it's all worth it. It's why we hold on, we make the sacrifice. It's in the eyes of a child as you hold her in your arms, and your heart starts to beat once again.
കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനമോ